Hi, I am Shaju Thomas, Academic Head of Reliant Group of Institute. ഡിഗ്രിയും പ്ലസ് ടുവും കഴിഞ്ഞ ഏതൊരു വിദ്യാർത്ഥിയുടെയും കൺസേണാണ് ഇനി എന്ത്. ഡിഗ്രിയും പ്ലസ് ടുവും കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇൻഡസ്ട്രിക്ക് ആവശ്യമായ ഒരു സ്കില്ലും ട്രെയിനിങ്ങും ലഭിക്കുന്നില്ല. ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണ്? അവർക്കൊരു ജോലി കിട്ടാൻ ഉള്ള മാർഗം എന്താണ്? Logistics is an industry that has plenty of job opportunities. ഇംഗ്ലീഷിലെ ലോജിസ്റ്റിക്സ് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്തത് ഫ്രഞ്ച് വേർഡായ ലോജിസ്റ്റിക് എന്ന വാക്കിൽ നിന്നാണ്. യൂറോപ്പിൽ 18th 19th സെഞ്ച്വറികളിൽ മിലിറ്ററിയിൽ യൂസ് ചെയ്തൊരു വേർഡാണ് ലോജിസ്റ്റിക്സ്. അവിടെ ആംസ്, അമ്യൂണിഷൻസ്, എക്യുപ്മെൻറ്റ്സ്, ഫുഡ്, ഷെൽട്ടർ എന്നീ സാധനങ്ങളെല്ലാം സപ്ലൈ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും യൂസ് ചെയ്തിരുന്നൊരു വേർഡാണ് ലോജിസ്റ്റിക്സ്. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതോടുകൂടി ബിസിനസ് വേൾഡ് ഈ വാക്ക് ബോറോ ചെയ്യുക ചെയ്തു. ലോജിസ്റ്റിക്സ് ഇസ് ബേസിക്കലി ദ ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് ഓഫ് റോ മെറ്റീരിയൽസ്, ഗുഡ്സ് ആൻഡ് ഇൻഫർമേഷൻ. 1980s ആയപ്പോഴത്തേക്കും ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റായിട്ട് രൂപാന്തരപ്പെടുക ചെയ്തു. സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഡെലിവറി ഒക്കെ ഉൾപ്പെടുന്നതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ലോജിസ്റ്റിക്സിൽ ദർ ആർ പ്ലെൻറ്റി ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇന്ത്യ. പ്രത്യേകിച്ച് ഇന്ത്യ ഈസ് എ ഗ്രോയിങ് എക്കോണമി. ഇന്ന് ലോകത്തിലെ 4ാമത്തെ വലിയ എക്കോണമിയാണ് ഇന്ത്യ. US, ചൈന, ജർമ്മനി കഴിഞ്ഞാൽ we stand at number 4. By 2029-30, we will be the third largest economy, overtaking Germany. Trade is growing, our industry is growing, our import and export sector is growing. So there are plenty of job opportunities available. ഈ ഗ്രോത്തിനോടനുബന്ധിച്ച് തന്നെ ലോജിസ്റ്റിക്സും ഡെവലപ്പ് ചെയ്യും. ഏതൊരു രാജ്യത്തിൻ്റെയും ഡെവലപ്മെൻറ്റ് ആ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ബേസ് ചെയ്തിരിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പിന് വേണ്ടി ഗവൺമെൻറ് ഈസ് ഗിവിങ് ലോട്ട് ഓഫ് ഫോക്കസ്. അതിൽ ഫ്യൂ ഓഫ് ദീസ് പോളിസീസാണ് സാഗർമാല പ്രോജക്റ്റ്, PM ഗതി ശക്തി പോളിസി, നാഷണൽ ലോജിസ്റ്റിക്സ് പോളിസി, ഷിപ്പ് ബിൽഡിംഗ് ഡെവലപ്പ് ചെയ്യാനുള്ള പോളിസീസ്. ദർ ആർ പ്ലെൻറ്റി ഓഫ് policies government has introduced to develop our infrastructure. There are other plans of development of economic corridors, logistics parks. All are signposts for the development of logistics. ഈ ഒരു മേഖല ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് there are plenty of career opportunities in this industry. നിങ്ങൾക്കെല്ലാവർക്കും കാണാൻ കഴിയുന്നതാണല്ലോ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ്സ്. കൊച്ചിയിൽ തന്നെ ഓൾറെഡി ഒരു ഇൻ്റർനാഷണൽ പോർട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ട് ഓൾസോ ഹാസ് ബിക്കം ഓപ്പറേഷണൽ. അതിനോടനുബന്ധിച്ച് നമ്മുടെ റോഡ്സ് ആർ ഗെറ്റിംഗ് വൈഡൻഡ് ആൻഡ് ഡെവലപ്ഡ്. പുതിയ പുതിയ ഇൻഡസ്ട്രിയൽ പാർക്സ് വരുന്നു, പുതിയ പുതിയ വെയർഹൗസസ് വരുന്നു. സോ ഇവിടെയൊക്കെ ദർ ആർ ലോട്ട് ഓഫ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ലോജിസ്റ്റിക്സ് സെക്ടർ. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ലോജിസ്റ്റിക്സിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മളൊരു ചികിത്സയ്ക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യമായ മരുന്നുകൾ, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ്, ഓക്സിജൻ സിലിണ്ടേഴ്സ്, ഇതെല്ലാം ലോജിസ്റ്റിക്സ് കാരണം കൊണ്ടാണ് നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലോ ഒരു മാളിലോ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവിടെ എത്തുന്നുണ്ടെങ്കിൽ അത് ലോജിസ്റ്റിക്സ് കാരണം കൊണ്ടാണ്. ലോകത്തിൻ്റെ മറ്റു പല ഭാഗത്തിൽ നിന്നും ഫ്രൂട്ട്സ്, ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം നമ്മളിലേക്ക് എത്തണമെങ്കിൽ അത് ലോജിസ്റ്റിക്സ് മുഖേനയാണ്. നമ്മളൊരു ആമസോൺ വഴി ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ, ഓൺലൈൻ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയും ലോജിസ്റ്റിക്സിൻ്റെ പങ്ക് വലുതാണ്. നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കണക്ക് പ്രകാരം 10 വർഷത്തിനുള്ളിൽ 33% ലോജിസ്റ്റിക്സ് ഗ്രോത്താണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ 24 മില്യൺ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ലോജിസ്റ്റിക്സ് സെക്ടർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ there will be plenty of job opportunities available for you. പലർക്കും ഉണ്ടാകുന്നൊരു ആശങ്കയാണ് AI, റോബോട്ടിക്സ്, ബ്ലോക്ക് ചെയിൻ ഒക്കെ വരുമ്പോഴത്തേക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയുമെന്നുള്ളത്. ഇൻഫാക്റ്റ് നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റേഴ്സ് കണ്ടുപിടിച്ച സമയത്തൊക്കെ
there were people who were concerned about loss of job. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച സമയത്ത് people feared that there will be loss of job. ആ സമയത്തൊന്നും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്. അതുപോലെ തന്നെയാണ് ഈ പുതിയ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും പുതിയ പുതിയ മേഖലകളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും. അതുകൊണ്ട് ജോലി നഷ്ടപ്പെടുകയല്ല, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രി ആവുന്നു ലോജിസ്റ്റിക്സ്. ഇന്ത്യയിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും there are plenty of job opportunities. So we are welcoming you into the world of logistics.